നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷങ്ങൾ തകൃതിയായി നടക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് വെച്ച് ആരംഭിച്ച് ഓരോ ജില്ലയിലും തിരഞ്ഞെടുക്കപ്പെട്ട അതിഥികളോടൊപ്പം നമ്മുടെ മുഖ്യമന്ത്രി സംവദിച്ച് സർക്കാരിൻ്റെ നേട്ടങ്ങളൊക്കെ വിളിച്ച് ഓതിക്കൊണ്ട് ഇങ്ങനെ നീങ്ങുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു പുതിയ സംഭവവികാസം ശ്രദ്ധയിൽപ്പെട്ടത്. കേരളത്തിലെ പ്രമുഖമായ കുറേ പദ്ധതികൾ യശസ്വരനായ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് കേരളത്തിലുണ്ടായി. കൊച്ചിൻ മെട്രോ, കണ്ണൂർ വിമാനത്താവളം, പിന്നെ വിഴിഞ്ഞം പദ്ധതി, ഇതൊക്കെ തന്നെ ഉമ്മൻചാണ്ടി പ്ലാൻ എടുത്ത് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി വിശദമായ ചർച്ചകൾ നടത്തി അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയുടെ സമയത്ത് അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് നടപ്പിലാക്കുവാൻ ശ്രമിക്കുകയും ആരംഭം കുറിക്കുകയും പകുതിയിലേറെ വർക്കുകൾ ചെയ്യുകയും ചെയ്ത പദ്ധതികളെ പറ്റിയാണ് ഞാനീ പറഞ്ഞത്. കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ റൺവേക്ക് നീളമില്ല എന്നതിൻ്റെ പേരിൽ അതിൻ്റെ ഉദ്ഘാടനം മാറ്റിവെച്ച കാര്യമൊക്കെ നമുക്കറിയാം. പിന്നീട് റൺവേക്ക് നീളം കൂട്ടാതെ തന്നെ ഈ മുഖ്യമന്ത്രി വന്നതിന് ശേഷം ഉദ്ഘാടനം നടത്തി. കൊച്ചി മെട്രോയുടെ കാര്യം നമുക്കറിയാം. ദേശീയപാത വികസനത്തെപ്പറ്റി പറയുമ്പോൾ അത് ഒരു ഗവൺമെൻറ്, സംസ്ഥാന സർക്കാരിൻ്റെ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ പിണറായി സർക്കാരിൻ്റെയോ തൊപ്പിയിലെ പൊന്തുപോലൊന്നുമല്ല. അത് നിതിൻ ഗഡ്കരി എന്ന കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ശ്രമഫലമായി അദ്ദേഹത്തിൻ്റെ ഇച്ഛാനുസരണം നടക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു സർക്കാരിൻ്റെ വാർഷിക ആഘോഷങ്ങൾ പൊടിപൂരമായി നടക്കുന്നതിനിടയിൽ പ്രധാനമന്ത്രിയെ കൂടി അതിലേക്ക് യോജിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പിണറായി വിജയൻ ഈ ആഘോഷങ്ങളിലൂടെ കണ്ടെത്തിയ ഒരു വളഞ്ഞ വഴി എന്ന് വേണം പറയാൻ. വിഴിഞ്ഞത്തിൻ്റെ ആരംഭം കുറിച്ചതിനോ വിഴിഞ്ഞത്തിൻ്റെ പദ്ധതികൾ ആരംഭിച്ചതിനോ അല്ലെങ്കിൽ അത് തുടങ്ങി വെച്ചതിനോ അല്ലെ അത് അദാനി പോർട്ടിന് ലേലത്തിൽ കൊടുത്തതിനോ സുതാര്യമായ ടെൻഡർ വിളിച്ച് അദാനി പോർട്ടിന് കൊടുത്തതിലോ ഒന്നും തന്നെ ഈ ഗവൺമെൻറ്റിനോ അല്ലെ മറ്റൊരു ഗവൺമെൻറ്റിനോ UDFൻ്റെ വേറൊരു ഗവൺമെൻറ്റിനോ ഒന്നും തന്നെ ഒരു അവകാശവാദവും ഉന്നയിക്കാൻ സാധിക്കില്ല. അത് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ നിതാന്ത പരിശ്രമമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഏതാണ്ട് 2 വർഷത്തോളമാണ് അത് പാരിസ്ഥിതിക അനുമതിക്ക് വേണ്ടി അത് കിടന്നത്. അതും നേടിയെടുത്തു. 5500 കോടി രൂപയാണ് ആ പോർട്ടിൻ്റെ മുഴുവൻ കമ്മീഷനിങ് ഉൾപ്പെടെയുള്ള ചെലവ്. അപ്പോൾ അതിൽ 6000 കോടി രൂപയുടെ അഴിമതി ഉണ്ടെന്ന് അന്ന് പ്രസംഗിക്കുകയും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്ത ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹമാണ് ഈ പദ്ധതിയുടെ തൻ്റെ സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി ഉള്ളതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. അതിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം അദ്ദേഹം അവിടെ നടത്തിയ ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ദിവ്യ IAS ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ഒരു അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ ചെറുമകൻ ഉൾപ്പെടെ, ഭാര്യ ഉൾപ്പെടെ, മകൾ ഉൾപ്പെടെയൊക്കെ പങ്കെടുക്കുന്നത് കണ്ടു. അന്നേരം ഞാൻ വിചാരിച്ചു, ഔദ്യോഗിക ചടങ്ങുകൾ എന്ന് പറയുമ്പോൾ ഒരാളിനൊരു ഔദ്യോഗിക സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മൊത്തം അത് കുടുംബസ്വത്താക്കി വെക്കുകയാണോ എന്നൊരു ചിന്ത എനിക്ക് തോന്നി. എന്തായാലും ഞാൻ പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ ഇപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നത്, കൈ ചെയ്തു വരുന്നതൊക്കെ എങ്ങനെയാണ്. അപ്പോൾ എന്തായാലും പ്രധാനമന്ത്രി ഇതിൽ വരുന്നതോടുകൂടി സർക്കാരിൻ്റെ ഈ പദ്ധതിക്ക് പ്രധാനമന്ത്രി ഒന്ന് ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഈ പദ്ധതി CPMൻ്റെ പദ്ധതിയായി മാറുകയും അതിനെ BJP ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായി അല്ലെങ്കിൽ BJP സർക്കാരിൻ്റെ പ്രതിനിധിയായി രാജ്യത്തിലെ പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ പിണറായി വിജയന് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് LDF ഗവൺമെൻറ്റിൻ്റെ ഒരു മികവായിട്ട് നമുക്ക് കാണേണ്ടത്. നമ്മൾ ഓർക്കേണ്ട ഒരു സംഭവം, ഇതിന് മുന്നോടിയായി 2-3 ഉദ്ഘാടനങ്ങളൊക്കെ അവിടെ നടന്നു. ആ ഉദ്ഘാടന സമയങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവിനെയും ആ സ്ഥലത്തെ MLA ഒക്കെ വിളിച്ചിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചില്ല എന്നറിയുന്നത്. ഇന്നിപ്പോൾ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. V. വാസവൻ തുറമുഖ മന്ത്രി കൊടുത്തിട്ടുണ്ട്, ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്, താങ്കളോട് വന്ന് അവിടെ വേണം ഇരിക്കാം, താങ്കൾ എത്തിച്ചേരുമല്ലോ എന്ന് ആണ് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് പദ്ധതിയായാലും നമ്മുടെ സമൂഹത്തിന് ജനങ്ങൾക്ക് നല്ലതാണെങ്കിൽ നല്ലത് തന്നെയാണ്. പക്ഷേ അതിനകത്ത് എന്തിനാണ് ഈ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി നോക്കുന്നതെന്നാണ് ഓർക്കേണ്ടത്. വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനത്തിന് വേണ്ടിയല്ല 200-200 കോടി രൂപ മുടക്കി മുഖ്യമന്ത്രി സംസ്ഥാനം മൊത്തം നടക്കുന്നത്. മുഖ്യമന്ത്രി സംസ്ഥാനം മൊത്തം നടക്കുന്ന സർക്കാരിൻ്റെ 4ാം വാർഷിക പദ്ധതിയെപ്പറ്റി പറയുന്നതിനും 4ാം വാർഷിക ആഘോഷങ്ങളെപ്പറ്റി പറയുന്നതിനും അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ചുക്കാൻ പിടിക്കുന്നതിന് വേണ്ടിയാണ്. ഒരു സർക്കാർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് പോലെ ലോകത്തെല്ലായിടത്തും അത് തുടരുന്ന സംവിധാനമാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ നിരന്തരം ഭരിക്കണമെന്ന് പറയുന്നത്, ഒരു തുടരാനുള്ള അനുമതി തേടിയുള്ള ഈ പ്രയാണം എന്ന് പറയുന്നതും അത്ര നല്ലതല്ല എന്നുള്ളതാണ് തോന്നുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു പരുവത്തിലായിരിക്കുകയാണ്. കടം കൊണ്ട് അങ്ങേയറ്റം എത്തി നിൽക്കുകയാണ്. ആ അവസ്ഥയിലാണ് നമ്മുടെ മുഖ്യമന്ത്രി വീണ്ടും അദ്ദേഹത്തെ തന്നെ മുഖ്യമന്ത്രിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത്. എന്നാൽ ഇവിടെ
വിഷയം അതല്ല. നമ്മുടെ പ്രധാനമന്ത്രിയെ ഈ ചടങ്ങിലെത്തിച്ച് CPM-ഉം BJP സർക്കാരും ഒന്നാണെന്ന് പൊതുജനത്തെ ബോധിപ്പിക്കാനുള്ള ഒരവസരം. അതല്ല എങ്കിൽ CPM-ന് വേണ്ടി BJP-ക്കാർ വീണ്ടും അധികാരം അവർക്ക് കിട്ടത്തക്കയുള്ള പ്രവർത്തനം കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനത്തിൽ എത്തിച്ചേരുവാനുള്ള ഒരു ചവിട്ടുപടിയാണ് പിണറായി വിജയൻ ഈ കാര്യത്തിൽ പ്രതീക്ഷിച്ചിരിക്കുന്നത് തോന്നുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് അങ്ങ് സ്വർഗം എന്ന് പറയുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് ചിരിക്കുന്ന ഒരാളുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ മുൻ മുഖ്യമന്ത്രി. നമ്മുടെ നാട്ടിൽ വികസനത്തിന് വേണ്ടി അഹോരാത്രം ഓടിയ ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ നാടിൻ്റെ മാത്രമല്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത ഒരാളാണ്. ജനങ്ങൾക്ക് ഏത് സമയം ചെന്ന് കാണാൻ പറ്റുന്ന ഒരു മുഖ്യമന്ത്രി അതായിരുന്നു ഉമ്മൻചാണ്ടി. അതുകൊണ്ടാണല്ലോ അദ്ദേഹം മരിച്ച സമയത്ത് ദിവസങ്ങളെടുത്തു അദ്ദേഹത്തെ തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്ത് എത്തിക്കാൻ. 100-160 കിലോമീറ്റർ പോകുന്നതിന് എത്ര മണിക്കൂറും ദിവസങ്ങളും എടുത്തു എന്നുള്ള കാര്യവും നമുക്കറിയാൻ പറ്റുന്നതാണ്. പക്ഷേ സർക്കാർ പദ്ധതിയാകുമ്പോൾ എല്ലാ ജനങ്ങളെ ഒരുപോലെ കാണുവാൻ മുഖ്യമന്ത്രി തയ്യാറാകേണ്ടിയിരിക്കുന്നു. അവിടെ നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹം വിഴുങ്ങിയിട്ടുണ്ട്. മുസ്ലിം വിരോധിയാണ്, ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തോട് വിവേചനമുള്ള ആളാണ്, ഹിന്ദുത്വ വർഗീയത നടപ്പാക്കാൻ വരുന്ന ഒരാളാണ്. ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ കമ്മീഷനിങ്ങിന് അദ്ദേഹം വരുന്നതോടെ ഈ പ്രശ്നങ്ങളൊക്കെ മാറി ഞങ്ങൾ ഏകോദര സഹോദരങ്ങളാണെന്ന് പൊതുജനത്തെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തുന്നത് എന്ന് വേണം തോന്നാൻ. എന്തായാലും വിഴിഞ്ഞം പദ്ധതി പ്രാവർത്തികമാകുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. പക്ഷേ വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായി അന്നത്തെ സർക്കാർ കൊടുത്ത പല ഉറപ്പുകളും, പൊതുജനത്തിൻ്റെ കൊടുത്ത ഉറപ്പുകൾ, മത്സ്യത്തൊഴിലാളികൾ കൊടുത്ത ഉറപ്പുകൾ, അതൊന്നും തന്നെ പ്രാവർത്തികമാകാതെ ഇരിക്കുന്നു എന്നുള്ള ദുഃഖകരമായ സത്യം കൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. അന്ന് അവർക്ക് കൊടുത്ത വാക്കുകൾ പാലിക്കാൻ ഇനി ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. അദാനി പോർട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ അദാനിയുടെ ഭാഗത്തുനിന്നുണ്ട്. ഇപ്പം നമുക്ക് ഓർക്കേണ്ടത്, ഇവിടെ നമ്മൾ ഇത് അദാനി പോർട്ടിന് ടെൻഡർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ഇതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും, എസ്റ്റിമേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പാരിസ്ഥിതിക അനുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിലോ UDF സർക്കാർ ചെയ്തു കൊടുത്തു. അത് നിർമ്മിച്ചത് അദാനി, ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് തന്നെ മുൻകൈ എടുത്തത് നമ്മുടെ മുഖ്യമന്ത്രി. ഇതാണ് ഇവിടെ സംഭവിച്ചത്. എന്തായിരുന്നാലും ഒരു രാഷ്ട്രീയ യോജിപ്പിനുള്ള വേദിയായി ഈ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തെ മാറ്റിയെടുത്തതിൽ പിണറായി വിജയന് ഒരു കൈ വിജയം നേടി എന്ന് വേണം പറയാൻ. വിഴിഞ്ഞം ലോകത്തെ ഏറ്റവും മഹത്തായ, ലോകത്തെ വലിയ ഒരു തുറമുഖമായി മാറുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രാഷ്ട്രീയ അന്തർധാരകളില്ലാതെ സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനവും സത്യസന്ധമായ ഭരണക്രമവും ഉള്ളവർ വേണം നാം നമ്മുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാനെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. നന്ദി.